ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് കേട്ടോ ഇത്. ഞാൻ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പം ദേണ്ട കിടക്കുന്നു ഒരു ചാനലിൽ ജിത്തുസ് ഡൈൻ എന്തോന്നാ അതിനകത്ത് കിടക്കുന്നു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാതെ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും ഒക്കെ ഇടുന്ന ഒരു വീഡിയോ അവരുടെ ചാനലിൽ മാത്രമേ ഉള്ളൂമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊന്ന് തോന്നുന്നു. ഞാൻ വേറെ ഒരു ചാനലിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ തന്നെ ഉപയോഗിച്ചാണ് ഈ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയുകയാണല്ലോ കേക്ക് നല്ല രീതിയിൽ പൊങ്ങി വരികയും നല്ലൊരു സ്പഞ്ച് നമുക്ക് കിട്ടുകയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കിട്ടുകയും ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ നല്ല രീതിയിൽ ഒരു സ്പഞ്ച് കിട്ടും എന്നുള്ളൊരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. ഇത്രയും സക്സസ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നല്ല രീതിയിൽ കേക്ക് പൊങ്ങി വരികയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ലെയറായിട്ടാണ് ഞാൻ കേക്ക് കട്ട് ചെയ്ത് 4 ലെയറായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മുടെ അടുത്ത് ചോക്ലേറ്റിൻ്റെ കേക്കായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് കേക്കിന് റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മതി എന്ന് പറഞ്ഞു. അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗനാഷ് കുറച്ച് കട്ടിയായിപ്പോയി. നമുക്ക് ഇവിടെ ഇച്ചിരി തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് എന്നാ റേഷ്യോയിൽ എടുത്താലും അത് ശരിയായി വരത്തില്ല കേട്ടോ. ഇതുപോലെ തന്നെ കട്ടിയായിപ്പോയി. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ എടുത്ത് ഇട്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.